ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. ദിസ് ഈസ് രേഷ്മി ഫ്രം ട്രെൻഡി ത്രെഡ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡബിൾ വിപ്പഡ് ചെയിൻ സ്റ്റിച്ച് ആണ് കേട്ടോ. ഡബിൾ വിപ്പഡ് ചെയിൻ സ്റ്റിച്ച് എന്ന് വെച്ചാൽ ചെയിൻ സ്റ്റിച്ചിൻ്റെ അതർ ടൈപ്പ് ഓഫ് സ്റ്റിച്ചാണ്. അപ്പം നമുക്ക് ഡബിൾ വിപ്പഡ് ചെയിൻ സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. വളരെ ഈസിയാണ് കേട്ടോ ഇത് ചെയ്യാനായിട്ട്. ഇന്ന് നമ്മൾ ഡബിൾ വിപ്പഡ് ചെയിൻ സ്റ്റിച്ച്, മാജിക്കൽ ചെയിൻ, റിവേഴ്സ് ചെയിൻ, പെറ്റൽ ചെയിൻ, പിന്നെ ബെറി സ്റ്റിച്ച്, ഇതെല്ലാം നമ്മൾ ഇന്ന് പഠിക്കുന്നുണ്ട്. സോ ഡബിൾ വിപ്പിഡ് ചെയിൻ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ലൈന് വരച്ചു കൊടുത്തതിൽ എൻഡ് വരെ നമുക്ക് ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ചെയിൻ സ്റ്റിച്ചിൽ ഇനിയും ഒരുപാട് വെറൈറ്റി ഓഫ് സ്റ്റിച്ചുകളുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ ഒരു 5 സെലക്ട് ചെയ്തിട്ട് കുറച്ച് കംഫർട്ടബിളായിട്ട് ഈസി ആയിട്ടുള്ള ഒരു 5 മാത്രം എടുത്തിട്ട് ഇപ്പോൾ ചെയ്യുന്നതാണ് കേട്ടോ. ഞാൻ ബാലൻസ് സ്റ്റിച്ചുകളെല്ലാം നമ്മൾ ഓരോരോ വീഡിയോസിലൂടെ നമുക്ക് കാണാം. നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യാനായിട്ട് ഞാൻ യെല്ലോ ത്രെഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി ചെയിൻ സ്റ്റിച്ച് റെഡ് ത്രെഡ് കൊണ്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ സൂചി സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന അവിടെ നമ്മൾ സൂചി കുത്തി മുകളിലോട്ട് എടുക്കുക. യെല്ലോ ത്രെഡ് എടുത്തു, അതിനുശേഷം നമ്മൾ ചെയിൻ സ്റ്റിച്ച് ഓൾറെഡി ചെയ്ത് വെച്ചതിനെ ഡബിളായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൽ ഒരു സൈഡിൽ താഴത്തെ സൈഡിലൂടെ റൈറ്റ് സൈഡിലൂടെ നമ്മൾ സൂചി കുത്തുക. എന്നിട്ട് ത്രെഡിനെ മാത്രം കവർ ചെയ്ത് യെല്ലോ ത്രെഡ് ഒരു തവണ കവർ ചെയ്ത് ചുറ്റി മുകളിലോട്ട് വലിച്ചെടുക്കുക. വീണ്ടും എഗെയിൻ നെക്സ്റ്റ് സ്റ്റിച്ച് അതേപോലെ ചെയ്യുക. അതിനുശേഷം എൻഡ് വരെ നമുക്ക് ഇതേപോലെ കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് കേട്ടോ. നമ്മൾ ഓൾറെഡി കൺവേർട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെയിൻ സ്റ്റിച്ചിൻ്റെ അതർ സൈഡ് ഭാഗമില്ലേ, അവിടെയും ഇതേപോലെ തന്നെ യെല്ലോ ത്രെഡ് വെച്ച് നമ്മൾ കവർ ചെയ്ത് വരാവുന്നതാണ് കേട്ടോ. സ്റ്റാർട്ടിങ് ടു എൻഡ് വരെ നമുക്ക് ഇതേ സ്റ്റിച്ച് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. വളരെ ഭംഗിയാണ് കേട്ടോ ഇത് കാണാനായിട്ട്. നമുക്ക്